ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭാജ്യസംഖ്യകളെ കുറിച്ചാണ്. കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്താണ് ഭാജ്യസംഖ്യകൾ എന്ന് ചോദിച്ചാൽ, രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ അഭാജ്യസംഖ്യകളല്ലാത്തതൊക്കെ ഭാജ്യസംഖ്യ അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഒന്നിന് മുകളിലുള്ള അഭാജ്യസംഖ്യകളല്ലാത്ത എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യകളായിരിക്കും. ഒന്നിന് മുകളിലുള്ള അഭാജ്യസംഖ്യകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നിന് മുകളിലുള്ള അഭാജ്യസംഖ്യ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നിന് മുകളിലുള്ള അഭാജ്യസംഖ്യകളല്ലാത്ത എല്ലാ സംഖ്യകളും എന്ത് സംഖ്യകളാണ്? ഭാജ്യസംഖ്യകളാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്ന് എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല. ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് ഒന്ന്. ഒന്നിന് മുകളിലുള്ള അഭാജ്യസംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യയാണ്. അവയ്ക്കൊക്കെ രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചോട്ടെ, ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതാണ്? നമ്മൾ പറഞ്ഞു, ഒന്ന് എന്നത് ഭാജ്യമോ അഭാജ്യമോ അല്ല. രണ്ട് എന്നത് അഭാജ്യസംഖ്യയാണ്. മൂന്ന് എന്നത് അഭാജ്യസംഖ്യയാണ്. പിന്നെ വരുന്ന സംഖ്യ 4. അപ്പോൾ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെ, 100ൽ താഴെയുള്ള ഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര? 100ൽ താഴെയുള്ള ഭാജ്യസംഖ്യകളുടെ എണ്ണം എത്ര? അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, 100 താഴെ 25 അഭാജ്യസംഖ്യ ഉണ്ട് അല്ലേ. 100 താഴെ 25 അഭാജ്യസംഖ്യ ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ ആ 100 25 കുറച്ച് 75 എഴുതിയ പോരെ? ഓപ്ഷനിൽ 75 ഉണ്ട്. എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഈ 1 അതിൽ വന്നില്ലേ. 1 ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ അല്ലേ. ഓ ശരിയാ. അപ്പൊ നമുക്ക് 74 എഴുതാം അല്ലേ. 74 ഓപ്ഷൻ ഉണ്ടാകും. അതും തെറ്റാണ്. എന്തുകൊണ്ട്? ചോദ്യത്തെ പറഞ്ഞിരിക്കുന്നത് 100ൽ താഴെയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് 100 എടുക്കാൻ പാടില്ല. അപ്പൊ ആ 1 ഒഴിവാക്കണം. അപ്പൊ ആൻസർ 73 ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏത്? ഇത് രണ്ടുമാണ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യന്. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ ഏതെന്ന് ചോദിച്ച ഉത്തരം 4 ആണ്. അതുപോലെ തന്നെ ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത എണ്ണൽ സംഖ്യ ഏതെന്ന് ചോദിച്ച ഉത്തരം 1 ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് 100ൽ താഴെയുള്ള ഭാജ്യസംഖ്യകളുടെ എണ്ണമാണ്. 100ൽ താഴെയുള്ള ഭാജ്യസംഖ്യയുടെ തുക ഭാജ്യസംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് 73 ആണ്. ഓക്കെ.